കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 42 ദിവസം കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ കെഎസ്ഇബി. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി. അതേസമയം നീതി തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. കുറ്റിക്കാട്ടൂർ പുതിയോട്ടിൽ മുഹമ്മദ് റിജാസിന്റെ മരണത്തിലാണ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നത്. സ്കൂട്ടർ കേടായതിനെ തുടർന്ന് കടവരാന്തയിൽ കയറി നിന്ന റിജാസ് കടയുടെ തൂണിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചത്. സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ നിന്നുമായിരുന്നു ഇരുമ്പു തൂണിലേക്ക് വൈദ്യുതി പ്രവഹിച്ചത്. കടയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്ന് കാണിച്ച് കട ഉടമ നൽകിയ പരാതിയിലും നടപടിയുണ്ടായിരുന്നില്ല. ഇതുവരെ അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട് വൈകുന്നത് എന്ത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒഫീഷ്യലായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ റിപ്പോർട്ട് എത്തിയിട്ടില്ല. നാളെ എന്ന് പറഞ്ഞ് അത് വൈകുകയാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അത് കാലതാമസം വരുത്തുകയാണെങ്കിൽ, നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ശക്തമായ സമരത്തിന് വീണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രംഗത്ത് വരും. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ആദ്യം അധികൃതർ നൽകിയ ഉറപ്പ്. കുടുംബത്തിന് നഷ്ടപരിഹാരവും ഒരാൾക്ക് ജോലിയുമെന്ന ആവശ്യവും ഇതുവരെയും നടപ്പിലായില്ല. ഈ സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധ പരിപാടിയിലേക്ക് ആക്ഷൻ കമ്മിറ്റി നീങ്ങുന്നത്. ജനം, കോഴിക്കോട്.